പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. മിശിഹായിൽ 8 അനുഗ്രഹിക്കപ്പെട്ടവരെ, 8 നോയമ്പിൻ്റെ 3-ാം ദിവസം നമ്മൾ നമ്മുടെ ജീവിതം പ്രാർത്ഥനയോടെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുപാട് അപേക്ഷകളോടെ ദൈവമാതാവിൻ്റെ മുമ്പാകെ നമ്മൾ വീണ്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി നമ്മൾ കടന്നു വരുന്നു. ഈ 8 നോയമ്പിൽ പ്രത്യേകമായി ദൈവമാതാവിൻ്റെ അനുഗ്രഹങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ഓരോ കുടുംബക്കാരും ദൈവത്തോടൊപ്പമായിരിക്കാനും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ നമുക്കും സ്വീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ ക്രൂശിക്കപ്പെടുകയും മരണം സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിക്കുകയും ചെയ്തവനാണല്ലോ. എന്നാൽ ഇന്ന് നമുക്ക് ഈ ഓരോ നോയമ്പിൻ്റെ സമയത്തും ഈ പ്രത്യേകമായി ഈ ജീവിതത്തിൻ്റെ കുറവുകളെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുമ്പാകെ എൻ്റെ എല്ലാ കുറവിനെ കൃപയാക്കി തരാനും നിന്നെ പോലെ ചിന്തിക്കാനും നിന്നെ പോലെ ജീവിക്കാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകമായി ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി. പ്രത്യേകിച്ച് 46-ാം വാക്യത്തിൽ നമ്മൾ ഈ പ്രകാരം കാണുന്നു: അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരാണോ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 4 വാക്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വാക്യമാണ്. നമ്മൾ പ്രധാനമായി നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഇവിടെ കർത്താവായ യേശുമിശിഹായുടെ അമ്മയും സഹോദരനും കർത്താവിനെ കാണാൻ വേണ്ടി വന്നു നിൽക്കുന്നു. കർത്താവായ യേശുമിശിഹ ആകട്ടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ അമ്മ കർത്താവിനെ കാണാമെന്നും കർത്താവ് മറ്റു വശത്ത് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിൻ്റെ അമ്മയും സഹോദരനും നിന്നെ കാണാൻ വന്നിരിക്കുന്നു. പ്രിയമുള്ളവർ, ഈ ഒരു വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അമ്മ ഈശോയെ കാണാൻ വന്നതുപോലെ നമ്മുടെ എല്ലാം അനുദിന ജീവിതത്തിൽ അമ്മയെ പോലെ തന്നെ കർത്താവിനെ കാണാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. വിശുദ്ധ കുർബാന മുഖേന നമ്മൾ കർത്താവിനെ കാണണം. അനുദിന ജീവിതത്തിൽ പ്രാർത്ഥന മുഖേന നമ്മൾ കർത്താവിനെ കാണണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ നമ്മൾ കർത്താവിൻ്റെ മുഖം അതിൽ ഉണ്ടായിരിക്കണം. കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ കർത്താവിനെ എന്നും കാണാൻ വേണ്ടി നമുക്ക് നമ്മുടെ മനസ്സുകൾ ഒരുക്കി വെക്കണം. കർത്താവിനെ നമ്മൾ എത്രത്തോളം നമ്മൾ കാണും, അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ലഭിക്കുകയും നമ്മളിന്ന് ഒരുപാട് അശുദ്ധികൾ അകന്നു പോകും. ദൈവസ്നേഹവും ദൈവശക്തിയും നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ കർത്താവിനെ കാണുകയും ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് നമുക്ക് പൂർത്തിയാക്കാം. 48-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ യേശു മിശിഹാ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് തിരിഞ്ഞുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ സഹോദരനും ഇതാണ് എൻ്റെ അമ്മയും. സഹോദരനും അമ്മയും. ഇവിടെ കർത്താവായ യേശു മിശിഹ ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യം, സഹോദരനും അമ്മയും ദൈവത്തിൻ്റെ ഹിതം ആരാണോ നിറവേറ്റുന്നത് അവരാണ് സഹോദരിയും അമ്മയും. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ കുടുംബത്തിൽ ഒരു അംഗങ്ങളാവണം.
നമ്മളെല്ലാം കർത്താവിൻ്റെ സഹോദരൻ സഹോദരിയാകണം, കർത്താവിൻ്റെ മക്കളാകണം. കർത്താവിൻ്റെ വിശ്വാസം നമ്മുടെ വിശ്വാസമായി തീരണം. കർത്താവ് ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. ഇപ്പോൾ കർത്താവിനെ പോലെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറവുണ്ടാവത്തില്ല. അനുഗ്രഹത്തിന് അനുഗ്രഹമുണ്ടാകും. പാപം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും. ദൈവവചനം നമ്മളിലേക്ക് കടന്നു വരും. സ്വർഗത്തിൽ നിന്ന് മാലാഖ ഗണന്മാരെ നമ്മുടെ അടുത്തേക്ക് വന്നു നമ്മളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഉയർത്തുകയും ചെയ്യും. അപ്പം അത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതം അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരണം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ പുസ്തകത്തിൽ സുവിശേഷത്തിൽ 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളെല്ലാവരും ആ പരിപൂർണതയിൽ ചേർന്ന് നിൽക്കണം. അങ്ങനെ പിതാവിനോട് പോലെ നമ്മൾ ചേർന്ന് നിന്നാൽ, പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മളും പരിപൂർണതയിൽ ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതം തന്നെ മാറാൻ പോകുന്നു. നമ്മൾ ശക്തിയുള്ളവരായിത്തീരും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ താങ്ങി നിർത്താൻ നമ്മളെ പോകുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കർത്താവായ യേശു മിശിഹ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞു ശിഷ്യന്മാരെയും മറ്റേ അവിടെ ആയിരിക്കുന്ന വ്യക്തികളെ സൂചിപ്പിക്കുമ്പോൾ ഒരു വശത്ത് സ്വന്തം അമ്മയും സഹോദരനും നിൽപ്പുണ്ട്. എന്നാൽ കർത്താവ് തിരിഞ്ഞു നോക്കിയത് ശിഷ്യന്മാരെയും മറ്റ് വ്യക്തികളിലാണ്. ഇവിടെ കർത്താവായ യേശു മിശിഹ മാതാവിൻ്റെ രക്തബന്ധത്തെ മാത്രമല്ല, ദൈവം ഈ അമ്മയെ ലോകത്തിലെല്ലാവരുടെയും അമ്മയായി മാറുകയും അതേ സമയത്ത് മാതാവിനോടൊപ്പം തന്നെ ഓരോ വിശ്വാസികൾ ഈ മാതാവിൻ്റെ ജീവിതം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അതായത് ഈ അമ്മ രക്തബന്ധം മാത്രമല്ല, ഇത് സ്വർഗത്തിൽ ഏറ്റവും വലിയ സമ്മാനം കൂടിയാണ് ഈ കർത്താവായ യേശുമിശിഹ നമ്മളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവായ യേശുമിശിഹ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹമുണ്ടെന്നും. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു വന്നപ്പോൾ കടൽ രണ്ടായി തിരിഞ്ഞുകൊണ്ട് ആ കടൽ അവർക്ക് തൂണായി മതിലായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ വിശ്വാസികൾ അതിൽ കൂടെ കടന്നുപോയി. എന്നാൽ പുറകെ വന്ന പടയാളികൾ കടന്നു വന്നപ്പോൾ ഈ കടൽ വീണ്ടും പഴയതുപോലെ ഒന്നായി. എല്ലാവരും നശിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. പക്ഷേ ഇസ്രായേൽ ജനത്തിന് മക്കൾക്ക് ഒന്നും സംഭവിച്ചില്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ, കർത്താവിനോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും ചേർക്കപ്പെടും. അപ്പോൾ നമ്മൾ കൂടുതൽ കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പോലെ നമ്മൾ ജീവിച്ചാൽ, മാതാവിനെ പോലെ നമ്മൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം സംരക്ഷണവും കൃപയും ദൈവം നൽകും. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ കർത്താവിൻ്റെ അമ്മയായിരുന്നു. സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും, എന്നാൽ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. ഓരോ മക്കൾ ദൈവമാതാവിൻ്റെ മുമ്പാകെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ദൈവമാതാവിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ 8 നോയമ്പ് അനുഗ്രഹത്തിന് നോയമ്പായി തീരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയിലേക്കും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമീൻ.